അമ്മയുടെ കുഞ്ഞമ്മ വന്നേക്കുന്നു ഗൈസ്. അപ്പൊ ഞാൻ ഹായ് കുഞ്ഞു. ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പം ഇന്ന് വിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആക്ച്വലി ഇന്നല്ല വിശേഷം, നാളെയാണ് വിശേഷം. നാളെ എൻ്റെ അച്ഛനും അനിയനും അമ്മയുടെ അമ്മയും കസിനും എല്ലാവരും കൂടിയിട്ട് മലയ്ക്ക് പോവാണ്. അപ്പം അമ്മയുടെ അമ്മയും കസിനും ഫസ്റ്റ് ടൈമാണ് മലയ്ക്ക് പോകുന്നത്. സോ അതിൻ്റെ തത്രപ്പാടും പരിപാടികളൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. അപ്പം ഇന്ന് ഷോപ്പിംഗ് ആയിരുന്നു ഗൈസ്. അപ്പം നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വെളുത്ത് വാടി തളർന്നതോ വീട്ടിൽ വന്ന് കയറിയിട്ടേ ഉള്ളൂ. വീട്ടിൽ വന്നിട്ട് സാധനങ്ങൾ പോലും എടുത്ത് വെച്ചില്ല. അപ്പം ആദ്യം പോയി കുളിച്ചിട്ട് വരാൻ പറഞ്ഞു ഗൈസ്. ഇറ്റ് ഹേർട്ട്സ്. അപ്പോൾ കുളിച്ചിട്ട് വന്നിട്ട് എന്ത് പണിയുണ്ടെങ്കിലും ചെയ്താൽ മതി എന്നാണ് അമ്മ പറഞ്ഞേക്കുന്നത്. അപ്പം അങ്ങനെ എന്നെ കുളിക്കാൻ പറഞ്ഞു വിട്ടു ഗൈസ്. അപ്പം കുളിച്ചിട്ട് വന്നിട്ട് നമുക്കൊരു ക്യുക്ക് ട്രാൻസാക്ഷൻ കാണാം. ഹലോ, അപ്പം കുളിയൊക്കെ കഴിഞ്ഞ് സെറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ പണിയുണ്ട്. ഇനിയിപ്പോൾ പണിയെടുക്കാതിരിക്കാൻ പറ്റത്തില്ല. ഞാൻ കുറച്ച് ദിവസമായിട്ട് മുങ്ങി നടക്കുമായിരുന്നു. അപ്പം ഇന്ന് എന്താ പണിയുള്ളത് നമുക്ക് പോയി നോക്കാം. പിന്നെ പണി എനിക്ക് കിട്ടണ കുറവായിരിക്കും, കാരണം ഇപ്പം അമ്മയുടെ അമ്മയ്ക്ക് ഉണ്ട്. ഇപ്പം അമ്മയുടെ അനിയത്തിക്ക് വരും കുറച്ച് കഴിയുമ്പോൾ. അപ്പൊ പിന്നെ എനിക്ക് പണി കിട്ടല് കുറവാണ്. എന്നാലും നമ്മൾ എന്തെങ്കിലുമൊക്കെ സഹായിക്കണ്ടേ. അപ്പൊ എന്ത് പണിയാ ഉള്ളതെന്ന് പോയി നോക്കാം. ലൈറ്റ് ഒക്കെ ഓഫ് ആക്കിയില്ലേ ഇനി അമ്മ. ഹായ്. ഹലോ. അമ്മ മാങ്ങ അരിയാണോ? ഞങ്ങക്ക് നാളെ കിട്ടുന്നറിയാതാ. നേരത്തെ പോകുന്ന ആരെങ്കിലും പോകുമോ? അതൊക്കെയാണ് 2 മണിക്ക് പോകത്തില്ലേ. അങ്ങനെ കലം വേണം, കാപ്പിക്കലം വേണം, തിന്നാനുള്ള പാത്രം വേണം, കവി. നിങ്ങള് അവിടെ കിടക്കാനാ പോന്നെ? കിടക്കാനെ അതൊന്നും കിട്ടിയില്ല. ഒരു ഹോട്ടലും ഇല്ല, ഒന്നുമില്ല. എല്ലായിടത്തും പോയി വെച്ചു. ഇങ്ങനെ വെള്ളമൊക്കെ പിടിച്ച് വെച്ച് കഴിക്കുമ്പോ ഒരാഴ്ച കഴിയുമ്പോ കഴിച്ചിട്ടൊക്കെയാ പോകുന്നത്. ഹായ്. അയ്യോ, അപ്പൊ അടുത്ത പണി വരുന്നുണ്ട്. അമ്മേ കമാൺ. അയ്യോ. ഹായ്. അമ്മ പറയോ, ഹൗ എക്സൈറ്റഡ് ആർ യു നാളത്തെ കാര്യത്തിന്? സ്വാമിയേ ശരണമയ്യപ്പ. കൊറേ നാൾക്ക് ശേഷമാണ് അച്ഛൻ അനിയനും ഒക്കെ മലയ്ക്ക് പോകുന്നത്. അപ്പൊ അതിന്റെ കൊറേ പണിയിലാണ് ഇവിടെ. കൊറേ നാളായല്ലോ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഒക്കെ മലയ്ക്ക് പോയിട്ട്. അതിന്റെ ഇരുട്ട്, അതിന്റെ ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് എല്ലാരും. അപ്പോൾ കുറച്ച് പണിയൊക്കെ തീർത്തിട്ട് ഓടി വന്നപ്പോഴത്തേക്കും ഇവിടെ വല്യച്ഛൻ നമ്മുടെ സാധനങ്ങളൊക്കെ മേടിച്ചൊക്കെ കൂടി അടുക്കി വെക്കായിരുന്നു. അപ്പോൾ ഞാൻ അതെല്ലാം ഇങ്ങനെ കുറച്ച് നേരം നോക്കി, കുറച്ച് പണിയും കൂടെ ഒക്കെ തീർത്തു. പിന്നെ ഞാൻ പണിയൊക്കെ എടുത്തപ്പോൾ കുറച്ച് നേരം റെസ്റ്റ് ആകാമെന്ന് വിചാരിച്ചു. ഓടി നടന്ന് അമ്മയുടെ കൂടെ നടന്ന് കുറച്ചൊക്കെ ഹെൽപ്പ് ചെയ്തു. അങ്ങനെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരുന്ന സിനിമ കാണാൻ വേണ്ടി വെച്ചപ്പോൾ തോഴ ഉണ്ടായിരുന്നു. തോഴ എനിക്ക് ഇഷ്ടമുള്ളൊരു മൂവിയാണ്. പിന്നെ അത് കഴിഞ്ഞ് വേറെ ചാനൽ നോക്കിയപ്പോൾ അതാ രോമാഞ്ചം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് രണ്ടും മാറ്റി മാറ്റി കണ്ടുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് വെളിയിൽ ഇറങ്ങിയപ്പോൾ എല്ലാം കൂടി തിവാങ്കോട്ടിൽ സാധനങ്ങളെല്ലാം അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മയും വെല്ലിച്ചനും കൂടിയിട്ട് നെയ്ത്തേങ്ങയ്ക്ക് വേണ്ടിയിട്ട് തേങ്ങയെല്ലാം കൂടെ കുട്ടപ്പനാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ അതും കുറച്ച് നേരം നോക്കി. അമ്മ സൂപ്പർവൈസ് ചെയ്തുകൊണ്ട് നിൽപ്പുണ്ട് അവിടെ. അത് കഴിഞ്ഞ് അമ്മയ്ക്കുള്ള പണി എന്താണേലും വരുമെന്ന് എനിക്കറിയായിരുന്നു. അമ്മ എന്ത് ചെയ്യാമ? ഇത് നമ്മള് നേരത്തെ കല്ലല്ലേ, അത് നമ്മള് തേച്ച് കഴുകി സൂപ്പർവൈസ് ചെയ്യുവാണോ? പഠിപ്പിക്കാം മകളെ. നല്ലവണ്ണം വരയ്ക്കട്ടെ. ഒരാളുണ്ട് ആ സൈഡെല്ലാം വരച്ച്. അറിയത്തില്ല, കാണിച്ചു തരാം. അറിയാൻ പറ്റാത്ത നീ ഇങ്ങോട്ട് വന്ന് നല്ലത് ചെയ്തേ. പഠിച്ചെടുക്കണം. ഇല്ല, എനിക്കറിയത്തില്ല. ഇല്ല അമ്മ ചെയ്യും. അല്ല, എനിക്കറിയാം, അമ്മയ്ക്ക് അറിയത്തില്ലല്ലോ. അമ്മ പഠിക്കട്ടെ. 3 hours later. ഇത് നാളെ തേങ്ങ ഉടയ്ക്കാനുള്ള കല്ലല്ലേ? ആ, തേങ്ങ കെട്ട് നിറച്ചിറങ്ങി പോകുമ്പോ തേങ്ങ അടിച്ച്
ഇറങ്ങി പോകാനാണ് ആ പലരും കൂടെ ഒന്ന് കഴിയാൻ. അപ്പം സമയം ഏകദേശം 6 മണി അടുത്തായിട്ടുണ്ട്. അപ്പം നേരമൊക്കെ ചെറുതായിട്ട് ഇരുട്ടി തുടങ്ങി. ഞാൻ ജസ്റ്റ് ഒന്ന് ടെസ്സാനെ നോക്കാൻ പോയത്. അപ്പോൾ ദേ ഇവിടെ പന്തലിടാനുള്ള നമ്മൾ പോർച്ചിലാണ് കേട്ടോ പന്തലിടുന്നത്. പോകുന്ന ടൈമിലൊക്കെ നമ്മൾ പോർച്ചിൽ തന്നെ ആയിരിക്കും പന്തലിടുന്നത്. അതിൻ്റെയൊക്കെ ആവശ്യമല്ലേ ഉള്ളൂ. അപ്പം അവിടെ അവർ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ തേങ്ങ ഉടയ്ക്കാനുള്ള കല്ലൊക്കെ കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു അമ്മ. പിന്നെ ഫോട്ടോ വയ്ക്കാനുള്ള പലകയൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് നാളത്തേക്കുള്ള സാധനങ്ങളെല്ലാം കൂടെ അവിടെ അടുക്കി അങ്ങോട്ടേ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇനിയിപ്പം ഇത് കഴിയുമ്പോഴത്തേക്കും പന്തലിടും. പന്തലിടാൻ വേണ്ടി അച്ഛൻ വരണം. അച്ഛൻ വരുമ്പോഴത്തേക്കും പന്തലിടും. അപ്പോൾ അതൊക്കെ പരിപാടി. അമ്മയുടെ കുഞ്ഞമ്മ വന്നേക്കുന്നു ഗൈസ്. അപ്പൊ ഞാൻ പോയി ഹായ് കുഞ്ഞു. ഹായ്, എന്തൊക്കെയാ കൊണ്ടുവന്നേ? തൈര്, പലഹാരങ്ങൾ, അതെനിക്കാ. കല്ലു കല്ലിന് നാണം വരും. കാപ്പിപ്പൊടി അല്ല, കാപ്പിപ്പൊടിയോ? അല്ല കറിവേപ്പില, കാപ്പിപ്പൊടി ഇതൊക്കെ. കത്തി, കത്തി ഗൈസ്, കത്തി. കുഞ്ഞുവിന്റെ കത്തിക്കഥ ഭയങ്കര ഫേമസ് ആണ്. അതില് പറിച്ചെടുത്ത് കുളിച്ചു വെച്ചില്ല. കണ്ണപ്പനൊന്നും വേണ്ട. എനിക്ക് ഓർമ്മ പോലുമില്ല. എനിക്ക് ഉമ്മ മാത്രം. അല്ല ഒന്നും കാശിയൊക്കെ വരികയല്ലേ. ആ ഓർമ്മ എനിക്ക് തന്ന. ആ ശരി. ഇതെന്റെയാണ്. അങ്ങനെ ഞങ്ങളുടെ അടുക്കളയിലെ ബഹള പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോഴത്തേക്കും വെല്ലിച്ചൻ ഇവിടെ പന്തൽ പണിയുടെ പരിപാടികളൊക്കെ തുടങ്ങി. അയ്യപ്പനൊക്കെ എടുത്ത് വയ്ക്കുന്നുണ്ട്. അല്ലെങ്കിൽ അച്ഛയും അമ്മയും എപ്പോൾ വന്നാലും ഞങ്ങൾ ഇതുപോലെ ബഹളമായിരിക്കും കേട്ടോ. അച്ഛയ്ക്ക് വേണ്ടിയുള്ള എൻ്റെയും അമ്മയുടെയും തല്ലും അതിലൊരു മെയിൻ ഘടകമാണ്. പരിപാടികളൊക്കെ സൂപ്പർവൈസ് ചെയ്ത് അവിടെ അമ്മച്ചിയമ്മയും നിൽപ്പുണ്ടായിരുന്നു. പിന്നെ കല്ലുവിൻ്റെ കളിയായിരുന്നു കേട്ടോ. കല്ലു അങ്ങോട്ടോടുന്നു ഇങ്ങോട്ടോടുന്നു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ കുറേ നേരം ബോളും സാറ്റും ഒക്കെ കളിച്ച് അങ്ങനെ സമയം കളഞ്ഞു. പിന്നെ അവിടുത്തെ ബഹളവും പരിപാടിയെല്ലാം കഴിഞ്ഞ് വന്ന് നോക്കിയപ്പം ഇതുകൊണ്ട് നമ്മുടെ പന്തൽ പണി ഏകദേശം ഇതുപോലെ ആയിട്ടുണ്ട്. ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ മോഡലൊരു പന്തൽ. പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു. സോ ഫൈനലി ഞാൻ എൻ്റെ ചാനലിൽ ഫസ്റ്റ് വീഡിയോ വ്ളോഗ് ചെയ്തു. ഐ എം സോ ഹാപ്പി ആൻഡ് സോ എക്സൈറ്റഡ്. കാരണം ഒരുപാട് നാളായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു വീഡിയോ വ്ളോഗ്സൊക്കെ ചെയ്യണം, അപ്ലോഡ് ചെയ്യണം. പിന്നെ കുറേയൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിലും കുറേയൊന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പം എന്താ പറയുക, ഫൈനലി ഐ ഡിഡ് ഇറ്റ് ആൻഡ് ഐ എം സോ ഹാപ്പി ഫോർ ദാറ്റ്. പിന്നെ ഇത് നമ്മുടെ തലേദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. തലേദിവസത്തെ വീഡിയോയിൽ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ബാക്കി ഞാൻ രാത്രി ഉറങ്ങിപ്പോയി. പിന്നെ കുറേയൊക്കെ തിരക്കിൻ്റെ ഇടയ്ക്ക് എടുക്കാനും മറന്നു. നമ്മളെപ്പോഴും വീഡിയോ എടുക്കാൻ ഓർക്കത്തില്ലല്ലോ. പിന്നെ പിറ്റേ ദിവസം, അതായത് ഇന്ന് ഒരുപാട് അവരിന്ന് പോയത്. അപ്പോൾ ഇന്ന് അതിൻ്റെ കുറേ വീഡിയോസൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടി ഞാൻ വേറൊരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു. കാരണം അല്ലെങ്കിൽ എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും ഭയങ്കര ലോങ് ആവും, ബോറിങ് ആവും. അപ്പം പിന്നെ എനിക്ക് പണിയും കുറയും. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഓൺ മൈ ചാനൽ ലോൾ വിത്ത് ഏരീസ്. അപ്പോൾ സബ്സ്ക്രൈബ് ലൈക്ക് ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ.